അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹല്ലി ജുസ് താനി കിതാബുൽ ബൈ ബാബുർ റിബയിലാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അപ്പം റിബനെ പറ്റി നമ്മൾ പറയുന്നത് അല്ലേ, ഇവര് ഭക്ഷണ സാധനമാകുമ്പോൾ 2-3 ഷർത്തുണ്ട് മുമ്പ് പറഞ്ഞതിലും കൂടുതൽ അല്ലേ. ഇത് സഹിയാണെങ്കിൽ റിബവിയായ സാധനം വിൽക്കണമെങ്കിൽ അതിലെന്തുണ്ട്? 3 ഷർത്തുകളൂടെ കൂടെ ഉണ്ട്. മുമ്പ് പറഞ്ഞ 5 ഷർത്തിൻ്റെ പുറമെ പിന്നെ തുല്യത വേണം, പിന്നെ സദസ്സെന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് പിടിക്കണം, ഹാലാവണം, വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പ് ഒരേ ജിൻസാണെങ്കിൽ. 2 ജിൻസാണെങ്കിലും അവിടെ 2 ഷർത്തുണ്ട്. അത് ഏതുപോലെ ഗോതമ്പും അരിയാണ്. ഇങ്ങനെ ആകുമ്പോൾ അവിടെ എന്തുണ്ട്? 2 ഷർത്തും. അവിടെ തഫാദലിന് കുഴപ്പമില്ല, ഏറ്റവും വ്യത്യാസമുള്ളതിന് കുഴപ്പമില്ല. തമാസിൽ വേണമെന്നില്ല, ഹുലൂലും തക്കാബുലും വേണം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ റൊക്കാവണം. അപ്പോൾ ത്വാമല്ലാത്തതിനൊക്കെ വിൽക്കുമ്പോൾ നഖദു അല്ലെങ്കിൽ അയവാനിക്ക് വിൽക്കും പോലെ അവിടെ എന്തില്ല? ഈ പറഞ്ഞ ഷർത്തൊന്നും ഒരു ഷർത്തിൻ്റെ ആവശ്യമില്ല. താമു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. താമു പറഞ്ഞാൽ എന്താണ്? മാ കുസിദ തൊഴമിന് ഉദ്ദേശിക്കുക, അതായത് തിന്നാൻ ഉദ്ദേശിക്കുന്നതാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ. താമ് പറഞ്ഞാൽ വിളമ്മി തായ് മസ്തറു തായ്മ ബി കസറിൽ അയിന്. എനിക്ക് കസറുകൊണ്ടുള്ള തായ്മൻ്റെ മസ്തറാണ് താം എന്നുള്ളത്. മാ കുസിദലി തൊഴമ് എന്നുള്ളത് തായ്മൻ്റെ മസ്തറാണ്. അയ്യാക്കല എന്ന അർത്ഥം. ഇക്തിയാത്തായിട്ട് ഭക്ഷണമായിട്ട് തിന്നുക, അല്ലെങ്കിൽ തഫക്കുമായിട്ട് രസമായിട്ട് തിന്നുക, അല്ലെങ്കിൽ ചികിത്സയായിട്ട് തിന്നുക. ഈ തീറ്റ 3 ഐറ്റംസ് തീറ്റ ഏത് തീറ്റയായാലും വേണ്ടില്ല, എങ്ങനെ തിന്നാലും വേണ്ടില്ല. ഭക്ഷണമായിട്ട് തിന്നു, കഞ്ഞിയും ചോറും തിന്നണ മാതിരി, തഫക്കുമായിട്ട് രസമായിട്ട് തിന്നു, മിഠായി, അതുപോലെ തന്നെ മറ്റ് പഴവർഗ്ഗങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ തദാവിയായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി തിന്നു, ചികിത്സയായിട്ട് തിന്നു. ചികിത്സക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, ചില പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി, ഉള്ളി പോലത്തെ സംഗതികളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഭക്ഷണ സാധനത്തിന് പകരം വിൽക്കുക. അപ്പോൾ ആദിയിൽ അക്സാമു മൗഹൂദത്തും മിനൽ ഹദീസ് സാബിത്. നമ്മളെ അഭിപ്രായമല്ല, ഈ ഐറ്റംസൊക്കെ എവിടുന്ന് പിടിച്ചതാണ് അറിയോ? ഹദീസ് സാബിക്കുന്ന പിടിച്ചതാണ്, കഴിഞ്ഞ ഹദീസെന്ന്. കാരണം എന്താ? ഫഇന്നഹു നുസ്സഫി, അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ബിറും ഷൈറും അല്ലേ. ബിറും ഷൈറും എന്തായിട്ടുണ്ട്? വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. വൽ മഖ്സൂദ് മിന്നു, ഈ ബിറും ഷൈറും കൊണ്ടുള്ള ഉദ്ദേശം അത്തഖവൂത്തു, ഭക്ഷണ സാധനാക്കുക എന്നുള്ളതാണ്. ഫഉല്ലിഖ ബിഹിമ, അപ്പം അത് 2 കൊണ്ടും ചേർക്കപ്പെട്ടു. മായിഷാരിക്ക് അതിനോട് പങ്കാകുന്ന ഒന്ന് പിതാരിക്ക, ഈ വിഷയത്തിൽ ഇതിനോട് ഏതൊക്കെ പങ്കാവുന്നുണ്ടോ അതിനൊക്കെ എന്താക്കി അതിനോട് ചേർത്തു. അപ്പോൾ ഈ ബിറും ഷൈറും അതിനോട് ഏതൊക്കെ, അത് ഭക്ഷണമാകുക എന്നുള്ളതാണ്, ഭക്ഷണ സാധനം എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണ സാധനമായിട്ട് ഏതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ ഇതിനോടില്ലാക്കി ചെയ്തു. ഹദീസിൽ ഈ 2 മാത്രമാണ് വ്യക്തമാക്കി പറഞ്ഞത്. എങ്കിലും അതിനോട് ചേർത്തി, അതിനോട് യോജിക്കുന്ന, അതുമായിട്ട് ബന്ധമുള്ള എല്ലാ സാധനത്തിനെയും അതിനോട് ചേർത്തി. അരി, ഗോതമ്പ്, പിന്നെ അരി, പിന്നെ മറ്റ് സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളോ ഭക്ഷിക്കുക എന്നുള്ളത്, അതൊക്കെ അത്തക്കവൂത്ത്. ഫഉല്ലിഖ ബിഹിമ മായിഷാരിക്കുമോ പിതക്കൽ അറുസി, നെല്ല്, ചോളം, ചോളം, അരി, അറുസ് കൊണ്ട് 2 ഉദ്ദേശിച്ച അരി, ചോളം, ഇതുപോലത്തെ ഒക്കെ. വാലത്തമ്രി കേട്ടോ, തമ്പ്രിൻ്റെ മേലിൽ, തമ്പ്ര പറഞ്ഞുകൊണ്ട് ഉദ്ദേശം മൽ മക്സൂദ് താദ്ദുമ, കൂട്ടാനായി ഒരു രസമായിട്ട് ഒക്കെ തിന്ന, അതാണ് കാരക്കൊണ്ടൊക്കെ ഉദ്ദേശം. ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കലല്ലെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഒരു രസമായിട്ട് തിന്നുന്ന സാധനമാണ് അല്ലേ. തീറ്റ തിന്നണ തന്നെയാണ്. അത്താദ്ദുമു
ഒത്തഫക്കു രസമായിട്ടും പിന്നെ കൂട്ടാനായിട്ടും ഇങ്ങനെയൊക്കെ തിന്നതാണ്. മെയിൻ ഭക്ഷണമായിട്ട് ഉപയോഗിക്കലില്ല ഏതായാലും. ഫൗലിലേക്ക് ബി അതിനോട് ചേർക്കപ്പെട്ടു, മായി ഷാരിക്കു അതിനോട് പങ്കാകുന്നു എന്ന് പീതാല്. ഈ വിഷയത്തിൽ ഇങ്ങനെ വരുന്ന മറ്റെന്തൊക്കെ സംഗതി ഉണ്ടോ അതൊക്കെ എന്താക്കി ഇതിനോട് ചേർക്കപ്പെട്ടു. ജബീബ് പോലെ മുന്തിരി ഇതേമാതിരി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തിന്നാണ്. തീൻ അത്തിപ്പഴം ഇതൊക്കെ ഇതിനൊക്കെ എന്തിനോട് ചേർക്കപ്പെട്ടു. വാലിൽ മില്ലിൻ്റെ മേലിൽ ചേർക്കപ്പെട്ടു. ഒരു മക്സൂദ് മിൻവൽ ഇസ്ലാം. അതുകൊണ്ട് നന്നാൻ തിന്ന സാധനം ഒന്ന് ഉഷാറാക്കുക എന്നുള്ളതാണ് അല്ലേ. തിന്നുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എന്താക്കുകയാണ്, ഒന്ന് ഉഷാറാക്കുക എന്നുള്ളതാണ്, നന്നാക്കുക എന്നുള്ളതാണ് ഉപ്പുകൊണ്ടൊക്കെ ഉദ്ദേശം. അപ്പം അതേമാതിരി കൂട്ടുന്ന എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ എന്താക്കി ഇതിൽ കൂട്ടി. പഞ്ചസാര, ചായ ഷറാക്കണമല്ലോ അല്ലേ. ഒരു മക്സൂദ് മിന്നത്ത് അത് മുത്തഫക്കു വൽമായി ഷരീഖ് ബിദാലിക സബീബി വത്തീനി വാലിൽ മില്ലി വൽ മക്സൂദ് മിന്നു വൽ ഇസ്ലാഹു ഫൗല് കബി മായി ഷരീഖ് ബിദായ. ആ വിഷയത്തിൽ ഇതിന് എന്തൊക്കെ കൂറാകുന്നുണ്ട് അതിനൊക്കെ ചേർത്തി. മുസ്തഖ വൈരിമ അതല്ലാത്തതൊക്കെ എന്താണ് വേറെ മരുന്നായിട്ട് കൂട്ടുന്നതാണ്. വയറ് നന്നാക്കാനും ഇങ്ങനത്തെ സംഗതിക്കൊക്കെ. അലക്ക് പിന്നെ എന്ന് ഇതങ്ങനെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനം. വൈരിമ അതല്ലാത്ത മിനൽ അതുവീയത്തിന് മരുന്നുകളിൽ നിന്ന് കേട്ടോ. അപ്പോൾ മരുന്നുകളിൽ നിന്ന് ഇതേപോലെ അതായത് മരുന്നൊക്കെ നന്നാക്കാൻ ഉദ്ദേശിക്കണമല്ലോ, നമ്മൾ ഇസ്ലാഹിന് ഉദ്ദേശിക്കണമാണല്ലോ അല്ലേ. നമ്മൾ വയറിൻ്റെ സംബന്ധമായ അസുഖങ്ങളൊക്കെ വേറെ അത് ഒരു തടിൻ്റെ ഇസ്ലാഹാണല്ലോ. അപ്പോൾ ആ ഇസ്ലാഹിൻ്റെ ഐറ്റംസൊക്കെ എന്താക്കി ഇത് ഉപ്പിൻ്റെ കൂട്ടത്തിൽ പെടുത്തി. ഉപ്പല്ലേ ഹദീസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുപോലത്തേനൊക്കെ എന്താക്കി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഉപ്പിൻ്റെ കൂട്ടത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉപ്പ് ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉണ്ടോ അതിനൊക്കെ എന്താക്കി അതിൽ ഉപയോഗിച്ചു. വഖറജബി കൗലി കുസിത മാലായുക്സുദ് ഉണ്ടോ. ഇവിടെ കുസിതനെ പറഞ്ഞത് ആ കുസിത കൊണ്ട് ഉദ്ദേശിച്ചു മാ കുസിത ലി തൊഴിമി അല്ലേ. തൊഴിമിന് ഉദ്ദേശിക്കപ്പെടുന്ന ഒന്നാണ് അല്ലേ. ആ കുസിതൻ കൊണ്ട് ഉദ്ദേശം മാലായുക്സദൂനെ എന്താക്കി മാലായുക്സതൊക്കെ പുറപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എന്തില്ല തൊഴിമ ഉദ്ദേശിക്കാത്തതൊക്കെ എന്തായി പുറപ്പെട്ടു. തീറ്റ ഉദ്ദേശിക്കാത്ത സംഗതികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല. അതിലൊന്നും അപ്പം എന്തുണ്ടാവില്ല, മുമാസലത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. മാലായുക്സതു തനാവുലു അതിനെ ഉപയോഗിക്കൽ എന്തുണ്ടാവില്ല, ഉദ്ദേശമില്ലാത്തതൊക്കെ എന്തായി പുറപ്പെട്ടു. മിമ്മായൂക്കല് തിന്നപ്പെടുന്നതിൽ നിന്ന് തിന്നുന്ന സാധനം തന്നെ, പക്ഷെ അതെന്താ തിന്നാനേ എന്നുള്ള ആൾക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ല. കൽ ജുലൂതി തോലുകളൊക്കെ പോലെ ഫലാരിബാപ്പി അങ്ങനത്തേലൊന്നും എന്തില്ല റിബല്ല. തിന്നേ കുഴപ്പമില്ല, പക്ഷെ അത് തീറ്റക്കും വേണ്ടി ഒന്നും ഉദ്ദേശിക്കലില്ല സാധനം. ഫലാരിബാപ്പി ബിഖിലാഫിമായൂക്കലു നാദിറായിട്ട് തിന്നുന്ന എനിക്ക് മാറുകൊണ്ട് കുറച്ച് ഇടക്കിടക്ക് കുറച്ച് തിന്നു. ബല്ലൂത്ത് പോലെ, ബല്ലൂത്ത് ഒരു പഴത്തിൻ്റെ പഴമാണ്, അത് ഒരു മരത്തിൻ്റെ, അത് എന്താണ് ചിലപ്പോഴൊക്കെ തിന്നും. കൗലുഹു ലിത്തൊഴമി പറഞ്ഞ കൗലി ഇലാഹിരി അതിൻ്റെ അവസാനം വരെ ലാഹിറും ഫി ഇറാദത്തെയും മത്തൊഴുമിൽ ആദമീന കേട്ടോ. ഈ ഉദ്ദേശിക്കാന്ന് പറഞ്ഞാൽ ആരമത്തൊഴുമാണ് ഇവരുടെ ഉദ്ദേശം ഉണ്ടാകും. മനുഷ്യന്മാർ തിന്നുന്നതെന്നാണ് ഉദ്ദേശം, അല്ല നാക്കാലികൾ തിന്നുന്നതല്ല. ഇവിടെ പറഞ്ഞില്ലേ തൊഴമ മാ കുസിദി തൊഴമി എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് തൊഴമ ആർക്കാണ്, ഈ തൊഴമി പറഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം എന്നാണ്. ഇലാഖിരി ഈ അതിൻ്റെ അവസാനം വരെ. പിന്നെന്താ ലിത്തൊഴമി ഇക്തിയാത്തൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഔ തഫക്കുഹൻ ഔ തദാബിയൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ലാഹിർ അത് വ്യക്തമാണ്. എന്തിൽ പീറാദത്തി മത്തൊഴുമില്ല ആദമീന മനുഷ്യരുടെ ഭക്ഷണമാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ മനുഷ്യർ നിന്നതാണ്. വൈൻ ഷാറക്കും ഫീൽ ബഹായും അതിൽ നാക്കാലികളൊക്കെ പങ്കാവുമെങ്കിലും ശരി, ചില സംഗതികൾ നാക്കാലികളൊന്നുമുണ്ട്. അരിയും ചോറും എന്തൊക്കെ നാക്കാലികളും തിന്നുമല്ലോ, അവർ പങ്കായാലും ശരി മനുഷ്യർ തിന്നുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശം. വൈൻ ഷാറക്കവും അവർ ആദമീനോട് പങ്കായാലും ശരി പിഹി ആ ബത്തൊഴുമിൻ്റെ വിഷയത്തിൽ അൽ ബഹായിമ നാൽക്കാലികൾ കലീലം കുറച്ചൊക്കെ ഇടക്കിടക്ക് ഓരും തിന്നും. അലസവായി അല്ലെങ്കിൽ സമായിട്ട് ഓരും തിന്നും വരുന്നതും മുതല പോലത്തൊക്കെ രണ്ടുകൂട്ടറും തിന്നുമല്ലോ അല്ലേ. ഫഖറജ മഖ്തസ്സബിഹിൽ ജിന്നു ജിന്നിനോട് പ്രത്യേകമായി ഒന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ തീറ്റ കൊണ്ട് ഉദ്ദേശം എന്താണ്, മനുഷ്യന്മാർ എന്നുള്ളതാണ്. മറ്റുള്ളവർ ഇടക്കിടക്ക് കൂറായാലും ശരി. ഫഖറജ മഖ്തുസ്സബിഹിൽ ജിന്നു കൊണ്ട് പ്രത്യേകമായ ഒന്ന്, ജിന്നുകൾക്ക് മാത്രമുള്ള ഭക്ഷണങ്ങളുണ്ട്.
അത് പുറപ്പെട്ടു. കല്ലാളുമി എല്ല് പോലെ. അവബിൽ ബഹായ്മ അല്ലെ നാക്കാലേക്ക് മാത്രം പ്രത്യേകമായത്. കല്ലാശി പുല്ല്, ഒത്തിബിനി വൈക്കോല്, ഇതൊക്കെ. അവ വലബ തനാബുലിൽ ബഹായിമിലോ അല്ലെങ്കിൽ ബഹായിമിനാണ് മിക്കവാറും അതിനെ ഉപയോഗിക്കല്. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന്മാർ എന്താക്കും, തിന്നും. അത് പല റിബ പീശയും ദാലിക, ഇതിനൊന്നും എന്തില്ല, ഇതിലൊന്നും റിബല്ല. കൂടുതൽ ആരാണ് അത് ഭക്ഷിക്കണം? മനുഷ്യൻ ഭക്ഷിക്കുന്നത് എന്നാണ്, മനുഷ്യന്റെ ഭക്ഷണമായിട്ട് കൂട്ടുന്നതെന്നാണ് ഇപ്പോൾ ഈ ഭക്ഷണം ആക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ഭക്ഷണമൊന്നുമല്ല കേട്ടോ, മനുഷ്യന്റെ ഭക്ഷണമായി കൂട്ടുന്നതാണ്. റിബാ ചെയ്യും മിൻദാലിക, ഈ പറഞ്ഞതിലൊന്നും എന്തില്ല, റിബല്ല. കൗലു തഫക്കുഹൻ എന്ന് പറഞ്ഞല്ലോ, അത് യശ്മിലു തഅദ്ദുമിനെ തഫക്കുഹ രസമായിട്ട് തിന്നുക പറഞ്ഞത് അത് കൂട്ടാനായിട്ട് തിന്നതിനൊക്കെ കൂട്ടും കേട്ടോ. പിന്നെ ഒരു തഹല്ലിനും കൂട്ടും, അതായത് എന്താണ്, മധുരമായിട്ട് കൂട്ടുന്ന പല ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ആയി പെടും. വക്കത്ത് ദക്കറഹുമ, ഇത് രണ്ടിനും പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഐമാനിൽ ഇത് രണ്ടിനും, തഅദ്ദുമിനും തഹല്ലിനും ഒക്കെ എന്താക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഐമാനിൽ. ഫഖാല, അപ്പോൾ മുസന്നിഫ് പറഞ്ഞു, കദക്കറ മുസന്നിഫ് പറഞ്ഞു, ഹുമാ ഇത് രണ്ടിനും, ഇതിനെ തഹല്ലിനും തഅദ്ദുമിനും ഒക്കെ ഐമാനിൽ പറഞ്ഞിട്ടുണ്ട്. ഫഖാല പറഞ്ഞു, വത്തആമു യതനാവലു ഖൂതൻ വഫാകിഹതൻ വഉദുമൻ വഹൽവൻ. ഉണ്ടോ അവിടെ ഐമാനിൽ എന്തൊക്കെ പറഞ്ഞ്? താം യതനാവലു ഉൾക്കൊള്ളിക്കും, കൂത്തിനെ ഉൾക്കൊള്ളിക്കും, ഫാക്കിയത്തിനും ഉൾക്കൊള്ളിക്കും, ഉദുമിനും ഉൾക്കൊള്ളിക്കും കേട്ടോ. കൂട്ടാൻ ഐറ്റംസ്, പിന്നെ മധുര ഐറ്റംസ്, ഇതിനൊക്കെ എന്താക്കുന്നതാണ്, പഴവർഗ്ഗങ്ങൾ, ഇതിനൊക്കെ ഉൾക്കൊള്ളിക്കും താമ് എന്ന് പറഞ്ഞാൽ എന്ന് ഐമാനിൽ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലം എതുക്കറ് ദവാനറ്റ പറഞ്ഞിട്ടില്ല അവിടെ കേട്ടോ. ദവാനൊക്കെ നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞു കൊടുത്ത് എന്താ, ദവാനും കൂട്ടി പറഞ്ഞാണല്ലോ, ദവി ഇതിൽ ഇപ്പോഴൊന്നല്ലേ പറഞ്ഞത്. ഈ ഐമാനിൽ എന്ത് പറഞ്ഞില്ല, ദവാനെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ, അന്ന താമലായ തനാവല് ഉറുഫിൽ ഇത് താമ എന്ന് പറഞ്ഞാൽ മരുന്ന് കൂട്ടലില്ലല്ലോ, അതുകൊണ്ടാണ്. ഉറുഫുള്ള നോക്കിയിട്ടാണ് ഐമാനിൽ പറഞ്ഞത്. അവിടെ എന്താക്കില്ല, ഉറുഫിൽ എന്താക്കില്ല, മരുന്നിനെ എന്താക്കില്ല, ഭക്ഷണം കൂട്ടത്തിൽ പെടുത്തലില്ല. ഉറുഫൻ വല്ലൈമാനു മബിനീയത്തന്നല്ല ഉറുഫി, ഉറുഫിന്റെ മേലെടുത്തതാണ് ഐമാന്. അപ്പം അതിനെന്താക്കൂല, ഉറുഫിൽ ഉൾക്കൊള്ളുത്താത്തോണ്ട് ആണ് അവിടെ പറയാതിരുന്നത്. മബിനീയത്തന്നല്ല ഉറുഫി തദാവിയൻ യശ്മലു തദാവി അല്ല ഉറുഫി മബിനീയത്തൻ അല്ല ഉറുഫി, അത് ഉറുഫിന്റെ മേലെടുത്തിട്ടാണ് ഏത് ഐമാനിലുള്ളത്. അത് ഉറുഫുള്ള നോക്കിയിട്ടാണ് അത് പറയാവുന്നത്. ഉറുഫിൽ എന്താ പറയില്ല, ഐമാന് താമന് എന്താക്കില്ല, ഈ ഇതിനെ ഉൾക്കൊള്ളിക്കല്ല, ദവാനെ ഉൾക്കൊള്ളിക്കല്ല. ഐമാനാണെങ്കിലോ ഉറുഫിന്റെ മേലെടുത്ത് പറഞ്ഞതുമാണ്. പിന്നെ തദാവിയൻ യശ്മലു തദാവി ബിൽമായി, വെള്ളം കൊണ്ടുള്ള ചികിത്സനും കൂടി ഉൾക്കൊള്ളിക്കും കേട്ടോ. തദാവിയൻ ഒരു തദാവിയായിട്ട് യശ്മിലു അത് ഉൾക്കൊള്ളിക്കുക. തദാവിയ പിന്നെ എന്ത് തദാവി ബിൽമായിൽ അത് നല്ല വെള്ളം കൊണ്ട് ഉള്ള തദാവിനയുടെ എന്താക്കുന്നുണ്ട്, ഉൾക്കൊള്ളിക്കുന്നുണ്ട് സാധാരണ. ഓവർ റിബവിയൻ, അത് എന്താണ്, ഈ വെള്ളം എന്നുള്ളത് എന്താണ്, അത് റിബവിയാണ്. കാരണം എന്താണ്, അത് ഭക്ഷണ സാധനത്തിൽ പെടുത്തിയിട്ടുണ്ട്. അത് ശരിക്ക് ചികിത്സിക്കുമെങ്കിലും അതിനെന്തായി പെടുത്തിയിട്ടുണ്ട്, ഭക്ഷണ സാധനത്തിൽ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം എന്തല്ല, പിന്നെ വെറും മരുന്നിന്റെ കൂട്ടത്തിൽ മാത്രമല്ല ചികിത്സിക്കുക. സാധാരണയിൽ അതുകൊണ്ട് ചികിത്സിക്കാറുണ്ടെങ്കിലും അതെന്താണ്, ഭക്ഷണ സാധനത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എന്താക്കിയത്, അതിനൊക്കെ എന്താക്കിയത്, മരുന്നാണെങ്കിലും ഭക്ഷണ സാധനത്തിൽ ഉൾക്കൊള്ളിച്ചത്. ബിൽ മിയായിൽ അസ്ബി, മിയാൽ അസ്ബ്, അതായത് നല്ല വെള്ളം, പ്യൂർ വെള്ളം. ഒവ്വ റിബവിയൻ, അതെന്താണ്, ആ മിയാ എന്താണ്, റിബവിയാണ്, മത്തുഴുമാണ്, ഭക്ഷണമാണ്. കാലത്തായാലും അതിനെ തെളിവാണ്. അള്ളാഹു പറഞ്ഞു, ഒമല്ല യുത്തൈഹു മിന്നി, ആരെങ്കിലും ഭക്ഷിക്കാത്തവർ, ആ പോയടക്കുമ്പോൾ ആരെങ്കിലും ഭക്ഷിച്ചാൽ നമ്മളിൽ പെട്ടവരല്ല, ഭക്ഷിക്കാത്തവർ നമ്മളിൽ പെട്ടതാണല്ലോ. ഒരൊറ്റ കോരലൊഴിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഖുർആനിൽ. അപ്പം മത്താമായിട്ടാണ് എന്താക്കിയത്, ഈ വെള്ളത്തിനെണ്ണത്. ആദിക്കത്തുൽ ഉസൂലി,
അൽ മുഖ്തലിഫത്തിൽ ജിൻസി, ജിൻസ് വ്യത്യസ്തമായ പൊടികൾ, ഹുലൂലുഹ ഹല്ലുകൾ, ജിൻസ് വ്യത്യസ്തമായ പൊടികൾ, പിന്നെ ഹല്ലുകൾ സുർക്കകൾ, വദ്ഹാന് മുഖ്തലിഫായ ദുഹനുകൾ എണ്ണകൾ, അജ്നാസുൻ, ഇതൊക്കെ എന്താണ് പല ഐറ്റംസാണ്, പല ജിൻസുകളാണ്, പല അപ്പം പല പൊടികൾ, അതായത് ഗോതമ്പപ്പൊടി, അരിപ്പൊടി എന്നൊക്കെ പറയുന്ന പോലെ വ്യത്യസ്തമായ അസല് വ്യത്യസ്തമായ പൊടികൾ, അസല് വ്യത്യസ്തമായ പൊടിയൊക്കെ പൊടിയാണ്. പക്ഷേ എന്തില്ല, പൊടി എന്നുള്ള നിലക്ക് ഒന്നാണ്, പക്ഷേ അതിൻ്റെ അസലുകളൊക്കെ എന്തായിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുണ്ട്. ഇത് അരിപ്പൊടിയാണ്, മറ്റേ ഗോതമ്പപ്പൊടിയാണ്, മറ്റേ മൈദപ്പൊടിയാണ്, മറ്റെന്താണ് രായിപ്പൊടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ പൊടികൾ, ഹുല്ലുകളും, അതായത് വ്യത്യസ്തമായ സുർക്ക, ഇത് നിന്നുണ്ടാക്കിയതാണ്, ഈത്തപ്പഴത്തുനിന്നുള്ള സുർക്കയാണ്, ഇത് മറ്റേന്നുള്ള എന്താണ് പർഗ്യമാവുന്ന തേങ്ങയിൽ നിന്നുള്ള ഇപ്പം കിട്ടുന്നത് എന്തുണ്ട്, അസിലൊക്കെ വ്യത്യാസമായതാണ്. അങ്ങനത്തെ സുർക്കകൾ, അങ്ങനത്തെ പൊടികൾ, അങ്ങനത്തെ പിന്നെ ദുഹനുകൾ, എണ്ണകൾ, ഒക്കെ എണ്ണയാണ് പറഞ്ഞിട്ടുള്ളത്. എള്ളെണ്ണ, ഇത് മറ്റേതെന്താണ് കടലെണ്ണ, മറ്റെന്താണ് വെളിച്ചെണ്ണ, ഇങ്ങനെ എണ്ണകളും, അസിൽ വ്യത്യസ്തമായ എണ്ണകളും, അസിൽ വ്യത്യസ്തമായ പൊടികളും, അസിൽ വ്യത്യസ്തമായ കല്ലുകളും, അത് അജ്നാസ് ആണ്, പല ഐറ്റംസ് ആണ്. അപ്പോൾ അജ്നാസ് ആകുമ്പം ജിൻസ് ഒന്നാവുകയെന്ന് പറയില്ല, ജിൻസ് വ്യത്യസ്തമായി. അപ്പോൾ ജിൻസ് വ്യത്യസ്തമായ കച്ചവടമാണ് അവിടെ നടക്കുക. രണ്ട് ജിൻസാണ് ആവുക. കൗസൂലിയ അസിൽ മാതിരി തന്നെ അതിൻ്റെ അസിലുകളൊക്കെ അജ്നാസാണല്ലോ അല്ലേ, പല ജിൻസുകളല്ലേ. അത് ഗോതമ്പും വേറെ, അരി വേറെ, മറ്റൊക്കെ വേറെയാണല്ലോ. ഇപ്പോൾ യജൂസു, അപ്പോൾ പറ്റും, ബയ്യു ദക്കീക്കിൽ ഹിന്ദത്തി, ഗോതമ്പപ്പൊടി വിൽക്കാം, ദക്കീക്ക് ഷൈരി, യവപ്പൊടിക്ക് പകരം, മുത്തഫാദിൽ ഏറ്റവും വ്യത്യാസമായിട്ട് വിൽക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പത്തിൻ്റെയും ഷൈറിൻ്റെയും പൊടികൾ എന്താക്കാം, ഏറ്റവും വ്യത്യാസമായിട്ട് വിൽക്കാം. ഒക്കെ പൊടിയാണ് എങ്കിലും അജിനാസാണ്, പല ഐറ്റംസ് ആകുകൊണ്ട് അവിടെ എന്തില്ല, തഫാദിൽ പറ്റൂല എന്നുള്ള, തഫാദിൽ എന്നുള്ള ഷർത്ത് കുഴപ്പമില്ല, തഫാദിൽ ഷർത്ത് എന്തല്ല ബാധകല്ല. അതായത് ഇത് അജിനാസാവുകൊണ്ട് ഒരു ജിൻസ് പെട്ടതാണെങ്കിലാണോ ഒക്കെ എന്തുള്ളത് പ്രശ്നമുള്ളത്. ഗോതമ്പപ്പൊടിൻ്റെ ചയറിന് വെക്കാൻ പറ്റൂല, മസലംബി മിസിലായിട്ട് എന്താക്കാൻ പറ്റുള്ളൂ, മിസലംബി മിസിലായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് അജ്നാസാവുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഗോതമ്പം വേറെ, ഷൈർ വേറെ. അപ്പോൾ ഗോതമ്പപ്പൊടിക്ക് പകരം ഷൈറിൻ്റെ പൊടി ഏറ്റവും വ്യത്യാസമായിട്ട് വെക്കാം. അപ്പോൾ കല്ല് തമ്പി, കാരക്കൻ്റെ കല്ല് സുർക്ക, പിന്നെ ബി ഖല്ലിൽ നബി, മുന്തിരിൻ്റെ സുർക്കക്ക് പകരം വിൽക്കുമ്പോഴും എന്തില്ല, മുത്തഫാദിലായിട്ട് വിൽക്കാം. കദാലിക്ക, അതേപോലെ തന്നെയാണ് മുത്തഫാദിലായിട്ട് വിൽക്കാം. ദുഹനുൽ ബംഫജി ബി ദുഹനുൽ വർദി, പനനീറിന് പകരം അതിനെ വെക്കാം ഈ പിന്നെ പുഷ്പം, ഏത് പുഷ്പം, കൈതപുഷ്പത്തിൻ്റെ പിന്നെ എണ്ണക്ക് പകരം എന്താക്കാം, വിൽക്കാം. പനനീറിന് പകരം അതിനെ വെക്കാം ഈ മല്ലികപ്പൂവിൻ്റെ എന്തുണ്ടാവും, പിന്നെ അതിൻ്റെ എണ്ണ ഉണ്ടാവും, അതിന് പകരം വിൽക്കാം. കദാലിക്ക, ഇതേ പ്രകാരം തന്നെ. വഹ്തർദബിൽ മുഖ്തലിഫത്തി, മുഖ്തലിഫായത് എണ്ണ വ്യത്യാസമായത് എണ്ണുകൊണ്ട് സൂക്ഷിച്ചത് മുത്തഹിദിനെ തൊട്ടാണ്. മുത്തഹിദായാലോ കാദിക്കത്തി അൻവായിൽ ഹിന്ദത്തി, ഹിന്ദൻ്റെ പല ഐറ്റംസ് ഗോതമ്പുണ്ടാവും, വെള്ള ഗോതമ്പം, മറ്റേ ഗോതമ്പം എന്ന് പറഞ്ഞാൽ പല ഐറ്റംസ് ഗോതമ്പങ്ങൾ. ആ ഗോതമ്പങ്ങളിൽ നിന്നുള്ള പല ഐറ്റംസിൻ്റെ പൊടി, അത് പയ്യ ജിൻസ് ഒരു ജിൻസായിട്ടാണ് കൂട്ടുക. അപ്പോൾ എന്താവില്ല, അതിന് ഈ ഗോതമ്പത്തിൻ്റെ പൊടി മറ്റേ ഗോതമ്പത്തിൻ്റെ പൊടിക്ക് എന്താവില്ല, ഏറ്റവും വ്യത്യാസം പറ്റില്ല, തഫാദുലായിട്ട് വെക്കാൻ പറ്റില്ല. വല്ലുഹുമോ, ഇറച്ചികളും, വല്ലൽബാനു, പാലുകളും, ഐക്കുല്ലുമിന്നും, ഇതെല്ലാം കദാലിക്ക അങ്ങനെ തന്നെയാണ്, അജ്നാസാണ്. അപ്പോൾ പോത്തുംപാല്, ആട്ടുംപാല്, പാലൊക്കെ എന്താണ് ജിൻസ് മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ പല ഐറ്റംസാണ്. അപ്പോൾ പോത്തുംപാലിന് ആട്ടുംപാലിന് പകരം പോത്തുംപാല് കൂടുതൽ കൊടുക്കുന്നതിനെന്തില്ല, കുഴപ്പമില്ല, തഫാദല് കുഴപ്പമില്ല, അജ്നാസാണ് എന്ന് നോക്കുമ്പോൾ. കദാലിക്ക അങ്ങനെയാണ്, അജ്നാസാണ്. വല്ലുഹുമു, ലഹ്മുകളും, വല്ലൽബാനു, ലബനുകളും, ഐക്കുല്ലും മിന്നുമായ എല്ലാം, ഇതെല്ലാം പാലും ലഹ്മും കദാലിക്ക അങ്ങനെയാണ്, അതായത് അജ്നാസാണ്.
ഫില്ലറി ലഹറായിപ്രായത്തിൽ കൗസൂലി അസിലുമാരി തന്നെ അസിലൊക്കെ വ്യത്യാസമായതാണല്ലോ. ഫയജൂദു ഫിഹി ഫയജൂദു അപ്പം പറ്റും. ബയ്യുൽ അഹ്മൽ ബക്കരി പശുവിൻ്റെ ഇറച്ചി ഇനെ വിൽക്കാം. ബിൽ അഹ്മില്ലൈനി ആട്ടിറച്ചിക്ക് പകരം പോത്തിറച്ചി വിൽക്കാം. മുത്തഫാദിലായിട്ട് വിൽക്കാം. ഇപ്പോൾ ആട്ടിറച്ചി വാങ്ങുകയാണ് പോത്തിറച്ചിക്ക് പകരം. അപ്പം എന്താക്കുക, ഏറ്റവും വ്യത്യാസമായിട്ട് വിൽക്കാം. ആട്ടിറച്ചി കുറച്ചേ കിട്ടുള്ളൂ, മറ്റേ കൂടുതലുണ്ടാവും, മുത്തഫാദിലാക്കാം. ബിലഹ്മില്ലൈനി മുത്തഫാദിലൻ കേട്ടോ, ഏറ്റവും വ്യത്യാസമായിട്ട് വിൽക്കാം. വലബനുൽ ബക്കരി പോത്തമ്പാല് ബിലബനില്ലൈനി ആട്ടുംപാലിന് പകരം മുത്തഫാദിലായിട്ട് വിൽക്കാം, ഏറ്റവും വ്യത്യാസമായിട്ട് വിൽക്കാം. അതേ കണക്കേ പറ്റുള്ളൂ എന്നുള്ളതില്ല, അതിൽ റിബ വരൂല. ബസാനി താനിബക്കാർ പറയുന്ന ഹിയ ജിൻസുൻ ഒരു ഐറ്റംസ് ആണ്. ഇറച്ചിയൊക്കെ ഇറച്ചി തന്നെയാണ്. പല യജൂദു തഫാദുലു പാലൊക്കെ പാൽ തന്നെയാണ്. ഇവിടെ അതേ അഭിപ്രായം നമ്മൾ പറഞ്ഞത് ഒക്കെ പാലിന് പകരം പാല് കൊടുക്കുമ്പോൾ ഏറ്റവും വ്യത്യാസം പറ്റില്ല. ഇറച്ചിക്ക് പകരം ഇറച്ചി കൊടുക്കുമ്പോൾ ഏത് ഐറ്റമൊക്കെ ആയിക്കോട്ടെ കേട്ടോ, ഒക്കെ ജീൻസാണ്. പല യജൂദു തഫാദുലു ഫീമാദുക്കറെ പറഞ്ഞതിലൊന്നും തഫാദുൽ ഏറ്റവും വ്യത്യാസം പറ്റൂല. വാലൽ അവല് പ്രകാരം അഭിപ്രായ പ്രകാരം ലഹുമുൽ ബക്കരി പിന്നെ പശുവിൻ ഇറച്ചിയും അതുപോലെ ജവാമീസ് പോത്തിറച്ചിയും ജിൻസുൻ ഒരു ഐറ്റംസാണ്. പോത്തിറച്ചി അപ്പോൾ അതൊക്കെ മാടാണല്ലോ. ലഹുമുൽ ലൈനി വൽ മഅസി ജിൻസുൻ എടോ, കോലാട് നെയ്യാട് ഇതൊക്കെ എന്താണ്, അതിൻ്റെയൊക്കെ ഇറച്ചികൾ ഒരു ജിൻസാണ്. അൽബാനുൽ ബക്കരി വൽ ജവാമീസ് പോത്തും പാലും പശുവും പാലും ജീൻസാണ്, ഒരു ഐറ്റംസാണ്. അൽബാനുൽ ലൈനി വൽ മഅസി അതായത് കോലാടിൻ്റെയും പിന്നെ നെയ്യാടിൻ്റെയും പാല് ജീൻസിൻ്റെ ഒരു ജീൻസാണ്. അപ്പോൾ കോലാടിൻ്റെ ഇതും അതുപോലെ നെയ്യാടിൻ്റെ വിൽക്കുമ്പോൾ അത് മിസ്ലം ബിമിസിലായിട്ട് വിൽക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് കോലാടിൻ്റെ പാലാ കിട്ടണ്ടേ, മറ്റാൾക്ക് നെയ്യാടിൻ്റെ പാലുണ്ട്. അപ്പോൾ ഇതിന് പകരം വാങ്ങുകയാണെങ്കിൽ 1 ലിറ്ററിന് 1 ലിറ്റർ ഇത്ര തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. ചില ആൾക്ക് പൂത്തും പാലാണ് വേണ്ടത്, പശുവും പാല് വേണ്ട. അപ്പോൾ പൂത്തും പാലാണ് വാങ്ങേണ്ടത്, പശുവിൻ പാലിൻ്റെ പകരം നിൽക്കുമ്പോൾ ജിൻസാണ്. അപ്പോൾ ഈ വേറെ അഭിപ്രായത്തിൽ ഇതൊക്കെ എന്താണ്, ജിൻസുകളാണ് നോക്കുമ്പോൾ എന്താ പറ്റൂല, ഏറ്റവും വ്യത്യാസം പറ്റൂല. വൽ മുമാസലത്ത് തുല്യത തൊഴുത്തബ്രുവിനെ പരിഗണിക്കും. ഫിൽ മക്കീല് തൂക്കുന്നതിൽ കയ്യിലായിട്ട് അല്ല അളക്കുന്നതിൽ, ഫിൽ മക്കീല് പറഞ്ഞാൽ അളവായിട്ട് കേട്ടോ, അളവായിട്ട്, തൂക്കുന്നതിൽ തൂക്കുന്നതായിട്ടും. ഇപ്പോൾ ഈ മിസിലിയ പറഞ്ഞാൽ ഏതാ തൂക്കുന്ന ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അരി ഗോതമ്പ് ഇതൊക്കെ എന്താണ്, ഇത് തൂക്കാണ് അതിൻ്റെ പരിപാടിയെങ്കിൽ തൂക്കത്തിൽ തന്നെ. അല്ല അളവാണെങ്കിൽ അളവാകുന്ന സാധനത്തിൽ അളവായിട്ടും, തൂക്കി കൊടുക്കുന്ന സാധനങ്ങളിൽ തൂക്കമായിട്ടും, അളന്നു കൊടുക്കുന്ന സാധനങ്ങൾ അളവായിട്ടുമാണ് തമാസുൽ കണക്കൂട്ടുക, തുല്യത കണക്കൂട്ടുക. മുമാസലത്ത് തുല്യത തൊഴുത്തപുറനെ പരിഗണിക്കും. ഫിൽ മക്കീല് അളന്നു കൊടുക്കുന്നതിൽ അളവായിട്ട് കേട്ടോ, കയ്യിലായിട്ട് അളവായിട്ട്. വൽ മൗദൂനി തൂക്കിക്കൊടുക്കുന്നതിൽ വസനം തൂക്കായിട്ടും. ഫൽ മക്കീലു അപ്പം മക്കീല് അതായത് അളന്നു കൊടുക്കുന്ന സാധനം ദായജുദു ബൈബാലിം വസനൻ, അതിന് വാലിനെ തൂക്കി കൊടുക്കാൻ പാടില്ല. അതിൻ്റെ നിയമം അങ്ങനെയാണ്. എന്താ അളന്നു കൊടുക്കുന്ന ഐറ്റംസ് അതിനെ അളന്നിട്ടാണ് എന്താക്കല്, അതിന് വിൽക്കല്. അങ്ങനത്തെ അളന്ന് തന്നെ വിൽക്കേണ്ടത്, തൂക്കാൻ പറ്റൂല. തൂക്കിയാണ് കൊടുക്കേണ്ടത് വെച്ചെങ്കിൽ അതിനെ തൂക്കി തന്നെ കൊടുക്കുക. വൽ മൗസൂനു വസൻ ഫൽ മക്കീലു ലാ യജൂസു ബൈഉഹു ബിബഅദിൻ, ബഅദിനെ വെക്കാൻ പറ്റൂല, വസനായിട്ട് തൂക്കി കൊടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അളന്നു കൊടുക്കുന്നതിന് ബഅദിനെ തൂക്കി കൊടുക്കാൻ പാടില്ല. വലാ യളുറു ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. മാൻ ഇസ്തിവായി ഫിൽ കൈലി കേട്ടോ, കയ്യിലിൽ സമമാവുന്നതോടുകൂടെ അത്തഫാവത്ത് വസനിൽ ഏറുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ സാധനം എന്താണ്, ഇപ്പോൾ തൂക്കി അളന്നാണ് കൊടുക്കുക. ഈ അളന്നു കൊടുക്കുന്ന സാധനം രണ്ടും ഒരേ അളവ് കൊടുത്തു. ഇപ്പോൾ അരിനെ അളന്നു കൊടുത്തു, ഇതിന് ഗോതമ്പത്തിന് പകരം കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ. അരിയിൽ നിന്ന് തന്നെ പല അരി ഐറ്റംസിനൊക്കെ ആക്കി ഒരു ഐറ്റംസ് തന്നെ ഒരേ ജീൻസിൽപ്പെട്ടതിന് വിൽക്കുമ്പോൾ എന്താക്കാൻ പറ്റില്ല, ഏറ്റവും വ്യത്യാസം പറ്റും. അളന്നു കൊടുക്കുന്നതാണെങ്കിൽ അളന്നു കൊടുത്തു. ഇതിന് പകരം ഇപ്പം അരിക്ക് പകരം അരിനെ കൊടുത്തപ്പോൾ അളവ് ഒരേമാതിരി ഒക്കെ 1 ലിറ്ററാണ്. ഇതിന് 1 ലിറ്റർ. പിന്നെ അത് തൂക്കി നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു ഐറ്റംസ് ഏറെ ഉണ്ട്, അതിന് കുഴപ്പമില്ല. 1 1/4 കിലോ ഉണ്ട്.
ഒരളവ് 1.25 കിലോ ഉണ്ട്, മറ്റെന്തുണ്ട് അതായത് കനം കൂടുതലുണ്ട്, ചില സാധനം ചിലത് കനം കുറവാണ്, അങ്ങനത്തെ ഒക്കെ ഇതുണ്ടാവും. അത് നമുക്ക് പ്രശ്നമില്ല. അളന്ന് കൊടുക്കുന്നതിൽ അളവിലാണ് നോക്കുക ഏറ്റവും വ്യത്യാസം, തൂക്കത്തിലല്ല. അപ്പോൾ തൂക്കത്തിൽ വ്യത്യാസമായി, ഇത് കുഴപ്പമില്ല. ഫിൽ കൈലി. അപ്പം വലായതുറു മാലിസ്തിവായി ഫിൽ കൈലി, അളവിൽ സമമാവുന്നതോട് കൂടെ പ്രശ്നമില്ല. തവാബത്ത് വ്യത്യാസപ്പെടൽ, വസനം തൂക്കത്തിൽ വ്യത്യാസപ്പെടൽ കുഴപ്പമില്ല. വൽ മൗസൂനു തൂക്കി കൊടുക്കുന്ന സാധനം ലായജൂദ് ബൈ ബാദു, അതിനെ ബാദിനെ വിൽക്കാൻ പറ്റൂല. കൈലൻ ബി ബാദിൻ ബാദിന് കൈലായിട്ട് കൊടുക്കാൻ പാടില്ല. തൂക്കി കൊടുക്കുന്ന സാധനത്തിന് എന്താക്കാൻ പറ്റില്ല, അളന്ന് കൊടുക്കാൻ പാടില്ല. വലായതുറു മാലിസ്തിവായി വസനി, തൂക്കമൊക്കെ കണക്കാണ്. ഫിൽ വസനി അത്തഫാവത്ത് കൈലൻ, കയ്യിൽ വ്യത്യാസപ്പെടുന്നതിന് കുഴപ്പമില്ല കേട്ടോ. തൂക്കി കൊടുക്കുന്ന സാധനം തൂക്കി കൊടുക്കുക, 1 കിലോന് 1 കിലോ കൊടുക്കുക. അത് അളന്ന് നോക്കുമ്പോൾ കൂടുതൽ ഉണ്ടായത് കുഴപ്പമില്ല കേട്ടോ. 1.5 ലിറ്റർ ഉണ്ട്, ഒന്ന് തൂക്കി നോക്കുമ്പോൾ അളന്ന് നോക്കുമ്പോൾ മറ്റേ 1 ലിറ്ററേ ഉള്ളൂ, അതിന് കുഴപ്പമില്ല. അളവിൽ വ്യത്യാസമാണതിന് കുഴപ്പമില്ല കൈലൻ. അപ്പോൾ വലായതുറു മാൽ ഇസ്തിവായി ഫിൽ വസനി, തൂക്കത്തിൽ സമമാവുന്നതോടുകൂടെ പ്രശ്നമില്ല. അത്തഫാവത്ത് കൈലൻ, അളവിൽ വ്യത്യാസമാവല്, ഏറ്റ വ്യത്യാസമാവല്. ഒരു മുഅ്തബറു കൗനിശൈ മക്കീലൻ ഓ മൗസൂനൻ, ഒരു വസ്തു തൂക്കുന്നതാണോ അതല്ല അളക്കുന്നതാണോ എന്നെങ്ങനെ തീരുമാനിക്കുക? ഒരു മുഅ്തബറു പരിഗണന ഈ കൗനിശൈ, ഒരു വസ്തുവാന്ന്, അതിപ്പോൾ അളന്നു കൊടുക്കുന്നതിൽ അളന്ന് തന്നെ കൊടുക്കണം, തൂക്കി കൊടുക്കുന്നതിൽ തൂക്കി തന്നെ കൊടുക്കണം എന്നാണല്ലോ, അതെങ്ങനെ തീരുമാനിക്കുക? ഒരു മുഅ്തബറു പരിഗണന ഈ കൗനിശൈ, ഒരു വസ്തു ആവുന്നതിലും മക്കീലാവുന്നതിൽ, അതായത് തൂക്കി കൊടുക്കുന്ന അളന്ന് കൊടുക്കുന്നതാവുന്നതിലും ഒരു മൗസൂൻ അല്ലെ തൂക്കി കൊടുക്കുന്നതാവുന്നതില്ല കണക്ക് ഗാലിബ് ആദത്തെ അഹ്ലിൽ ഇജാദി, അഹ്ലിൽ ഇജാദിക്കാരെങ്ങനെയാണ് അതിൽ നടത്തിയെന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ഓല തൂക്കാണ്. മക്ക ആ ഭാഗത്തുള്ളവർ, അതായത് മക്ക മദീന ഓലെങ്ങനെയാണ് നടത്തിയെന്ന് വെച്ചാൽ അത് അവിടെ എന്താണ് യാരി, എങ്ങനെ അവിടെ കൊടുക്കൽ, അന്നാണോ കൊടുക്കൽ അല്ല തൂക്കിയാണോ കൊടുക്കൽ, അതാണ് അഹ്ലുൽ ഇജാദിൻ്റെ ആദത്താണ് അതിൽ പരിഗണിക്കുക. ഗാലിബ് ആദത്ത് അഹ്ലുൽ ഇജാദ്. അതുപോലെ ഗാലിബിൽ എന്താ ചെയ്യൽ, അത് ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ കാലത്തിൽ എന്തേ ചെയ്തതെന്ന് വെച്ചാൽ അതാണ്. ലിളുഹൂരിൻ, വ്യക്തമായതിനു വേണ്ടി, അന്നഹു ഇത്തല അലാ ദാലിക, നബി തങ്ങൾ അറിയുന്നത്, വാക്കറു സമ്മതിച്ചും ചെയ്ത്, നബി തങ്ങൾ കണ്ടണത്, നബി തങ്ങൾ സമ്മതിച്ചും കാണണം എന്നുള്ളതാണ് സാധ്യത ഉള്ളത്. അങ്ങനെ ആവാനാ ചാൻസ്. അതുകൊണ്ട് അവിടെ എന്താ നടത്തിയെച്ചാൽ അതാണ് ഇവിടെ നടത്തുക. അരി എങ്ങനെയാണെന്ന് അവിടെ കൊടുത്തിന് അതേമാതിരി ഇവിടെ, കാരൊക്കെ എങ്ങനെ കൊടുത്തിന് അതേമാതിരി, മുന്തിരി എങ്ങനെ കൊടുത്തിന് അതേമാതിരി, തൂക്കിയാണോ തൂക്കി, അന്നാണോ അന്ന് വാക്കറു. അപ്പോൾ അവിടെ ലുഹൂര് വ്യക്തമായതിന് വേണ്ടി എൻ്റെ നബിതങ്ങൾ ഇത്തലായാലാലിക്കത് കണ്ടുകണ്, വാക്കറഹുവിനെ സമ്മതിക്കുകയും ചെയ്തണ് എന്നുള്ള ഇത് വ്യക്തമായതിന് വേണ്ടി. അപ്പം നബിതങ്ങൾ ആ മദീനയിൽ എന്താ സംഭവിച്ചു വെച്ചാൽ അതേമാതിരിയാണ് തീരുമാനിക്കുക. അവിടെ എങ്ങനെയാണ് നടന്നിരുന്നത് വെച്ചാൽ ഫറവ ഹദസന്നാസു ഖിലാഫ് ദാലിക, നബിതങ്ങൾ ശേഷം, ഇതിൻ്റെ ശേഷം പിന്നെ ജനങ്ങൾ പുതിയൊരു പരിപാടി ഉണ്ടാക്കി, ഖിലാഫ് അതിൻ്റെ എതിര്. ഫല എത്തിബാറ ബിദാസ്, ഓല് ഇദാസ് ചെയ്തതെന്തില്ല പരിഗണിക്കൂല കേട്ടോ. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ എന്തേനെന്നാ നോക്കുക. നബിതങ്ങളുടെ കാലഘട്ടത്തിൽ മക്കയിലും മദീനയ്ക്കും എന്തായിരുന്നു, എന്തേ ഇത് ചെയ്തിരുന്നത്, അളന്നേ കൊടുത്തിരുന്ന ആളെന്ന് തന്നെ. അതിൻ്റെ ശേഷം ജനങ്ങളൊരു പുതുമാതിരി ഉണ്ടാക്കിയതൊന്നും കൂട്ടൂല കേട്ടോ. മറ്റാൾ പിന്നെ ഓരോ പുതിയത് ഉണ്ടാക്കിയത് എന്തായാലും കൂട്ടൂല, അതാണ് പരിഗണിക്കുക കേട്ടോ. ഗാലിബ് ആദത്തി അഹ്ലിൽ ഇജാദി ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിളുഹൂരിൻ അന്നഹു ഇത്തല അലാ ദാലിക വഅഖറഹു ഫലൗ ഹദസ അന്നാസു ഖിലാഫ ദാലിക, ജനങ്ങൾ പുതുക്കിണ്ടാക്കി ഇതിൻ്റെ എതിര്. അതായത് അളന്നീനൊക്കെ തൂക്കം തുടങ്ങി, തൂക്കീനൊക്കെ അളക്കാൻ തുടങ്ങി. എന്താ ഫല എത്തിബാറബി, ഓല പുത്തൻ പ്രസ്ഥാനത്തിലേക്ക് എന്തില്ല പരിഗണനയില്ല. ഓരോ പുതിയതാക്കി ഉണ്ടാക്കിയതിന് എന്നുള്ളതല്ല നമ്മൾ പരിഗണിക്കൂല. ഒമാ ജഹീല, ജഹീലായൊന്ന് അറിയില്ല, എന്ത് നബി ഞങ്ങൾ അന്ന് എന്തേ ചെയ്തിരുന്നതെന്ന് അറിയില്ല. അതിലും വ്യായാലും ഹൽ കാനയുക്കാലോ അക്കയിനോ ഔ യൂസനല്ലേ തൂക്കയിനോ എന്നറിയില്ല. ഫി ആദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ എന്താണ് ചെയ്തതിനെന്ന് അറിയില്ല. തൂക്കി കൊടുത്തേക്കാണോ അതല്ല അന്ന് എടുത്തേക്കാണോ എന്നറിയില്ല. എങ്കിൽ ഫി അഹ്ദി റസൂലില്ലാഹി, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അവലിമല്ല അറിഞ്ഞു, അന്നഹു കാന യൂസനു ഫി അഹ്ദിഹി മറത്തൻ, ഒരു പ്രാവശ്യം തൂക്കിയിട്ടുണ്ട് നബിൻ്റെ കാലത്തിൽ,
വയ്യുക്കാലുഖറ മറ്റ് തൂക്കിയിട്ടുണ്ട് അന്നിട്ടുണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ കേട്ടോ. ഒന്നിരിക്കും അറിയില്ല എന്താ ചെയ്തിനെ, തൂക്കിയൊക്കെയാണോ അന്നൊക്കെയാണോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ അറിയും ഒരിക്കൽ തൂക്കിയും ചെയ്തതിനും ഒരിക്കൽ അന്നും ചെയ്തതിനും രണ്ടും അറിയും. ആ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ എന്നോ യൂസനു പിയാതി മറത്തൻ വയ്യുക്കാലുഖറ മറ്റൊരു പ്രാവശ്യം എന്താക്കിയിട്ടുണ്ട് അന്നും കൊടുത്തിട്ടുണ്ട്. വലം വ്യാലി പായതും ഒന്നും ഒരു മികച്ചെന്ന് പറയാൻ പറ്റില്ല, അതാണ് അത് ചെയ്തിരുന്നെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഔലം യക്കുൻ ഫി അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്ത് ഇല്ല, ആ സാധനം ഉണ്ടായിട്ടില്ല. എന്നാൽ എങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യുക? അപ്പൊ നബിന്റെ കാലത്ത് എന്താ ചെയ്തതിനെന്ന് അറിയില്ല. അല്ലെങ്കിൽ രണ്ടാലൊന്നും ചെയ്തു, ഒന്നിരിക്കൽ അന്നുകണ അല്ലെ രണ്ടും ചെയ്തതാണ്, അന്നും ചെയ്തതാണ് തൂക്കിയും ചെയ്തതാണ്. അല്ലെങ്കിൽ നബിന്റെ കാലത്ത് ഈ സാധനം ഇല്ല. എന്നാൽ യുറാഫി ആദത്തു ബലദിൽ ബൈ, വിൽക്കണ നാട്ടിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കുക കേട്ടോ. വിൽക്കണ നാട്ടിൽ എന്താ ഇപ്പോൾ തൂക്കിയാ കൊടുക്കലെങ്കിൽ തൂക്കുക, അന്ന് കൊടുക്കണമെങ്കിൽ അളന്ന് കൊടുക്കുക. യുറാഫിയയിൽ സൂക്ഷിക്കണം ആദത്ത് ബലദിൽ ബൈ, വിൽക്കണ നാട്ടിലെ ആദത്ത് പതിവ്. ഒത്തീല ഒരു കീലുണ്ട് കയ്യിലാണ് അളന്നാ കൊടുക്കേണ്ടത്. കാരണം അല്ലെ അന്ന് അക്സറൽ മാറ്റി അധിക ഭക്ഷണ സാധനം പിയാജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇത് അളന്നാ കൊടുത്തിരുന്നത്. അപ്പൊ അളന്നാണ് കൊടുക്കേണ്ടത്, അറിയാത്തൊക്കെ അളന്ന് കൊടുക്കുക. ഒത്തീല ഒരു കീലുണ്ടല്ലോ അത് തൂക്കിയാ കൊടുക്കേണ്ടത്. കാരണം അഹ്സറു കേട്ടോ, ഏറ്റവും ക്ലിപ്തമാകുന്നതാണ് ഇത് തൂക്കുക എന്നുള്ളത്. വാക്കല്ല് തഫാവത്ത് ഏറ്റവും വ്യത്യാസം കുറയുന്നതും അങ്ങനെയാണ്. അപ്പൊ തൂക്കാണ് നല്ലത്. ഒത്തയിലെ തഹയ്യർ ഒരു കീലുണ്ട് ഇഷ്ടം ചെയ്യുക, വൈനൽ കയ്യിൽ എങ്ങനെ കൊടുത്താലും വേണ്ടില്ല. ഇത് താതുലി ഈ വജ് രണ്ട് വജു എന്താണ് സമമായതിനു വേണ്ടി. അപ്പൊ അന്ന് എടുക്കുകയാണെങ്കിൽ അന്ന് തൂക്കുകയാണെങ്കിൽ തൂക്കുക. ആ വക്കീൽ ഒരു കീലുണ്ട് ഇൻകാന ലഹു, അതിനൊക്കെയുണ്ട് എന്ത് ഇൻകാന ലഹു, അതിനൊക്കെയുണ്ട് ഇത്തിബിറ അസിലുണ്ടെങ്കിൽ കേട്ടോ. എഴുത്തിബിറ അസിൽ എങ്ങനെയെന്ന് വെച്ചാൽ അതേമാതിരി ചെയ്യാൻ ഒരു അസിലുണ്ട്. ഈ തൂക്ക എങ്ങനെ കൊടുക്കണ്ടെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു വേറെ സംഗതി ഉണ്ട്. എന്നാ എഴുത്തുബിർ അസിലിനെ പരിഗണിക്കും. ഫിൽ കയ്യില് അത് തൂക്കി അതിന്റെ അസില് തൂക്കി കൊടുത്തിന്, അതെല്ലാം അന്ന് കൊടുത്തിന് വെക്കും കേട്ടോ. ഫഅല ഈ പറഞ്ഞ പ്രകാരം ദുഹുനു സിംസിം എള്ളെണ്ണ മക്കീലാണ് കേട്ടോ. എള്ളെണ്ണ തൂക്കി അളന്ന കൊടുക്കുക. അപ്പോൾ ദുഹുനുൽ ലോസി വെളിച്ചെണ്ണ മൗസൂന് തൂക്കിയാ കൊടുക്കുക. ഉണ്ടോ ദുഹുനുൽ ലോസ് മൗസൂനാണ്. വൽ ഖിലാഫു ഫീമാ ഇദാ ലം യകുൻ അക്ബർ ജിർമൻ മിനത്തംരി കേട്ടോ. വൽ ഖിലാഫ് അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഫീമാ ഒന്നിലാണ്. ഇദാ ലം യകുൻ ആയിട്ടില്ലെങ്കിൽ ഇത് അക്ബർ ജിർമൻ തടിയാൽ മിനത്തംരി കാരക്കണക്കാണ് വലിയതാവാത്തോടത്താണ് ഇപ്പൊ ഈ ഖിലാഫ് വരുന്നത് കേട്ടോ. വലിയതാവാത്തോടത്ത് അപ്പോൾ കാരക്കണക്കാണ് ചെറിയത് ആയിടത്താണ്. പൈൻകാൻ ഞാൻ അക്ബർ ആണെങ്കിൽ അക്ബർ ആവാത്തോട് വലിയത് കാരക്കണക്കാണ് വലിയതല്ലാത്തോടത്താണ് ഇപ്പൊ ഈ ഖിലാഫ് പറഞ്ഞു. ഇനി വലിയതാണെങ്കിലോ കൽ ബെയ്ല് പോലെ പല്ല് എത്തിബാർ ബിൽ ബസിന് ജുസ്മ. അപ്പൊ അവിടെ എത്തിബാർ എന്നാണ്. വലിയ സാധനങ്ങളൊക്കെയാണ് തൂക്കി തന്നെയാണ്. ഈ ചെറിയയിലാണ് ഇപ്പൊ എന്തുള്ളത് ഈ ഖിലാഫ് ഉള്ളത് കേട്ടോ. പല്ല് എത്തിബാർ ബിൽ ബസിന് ജസ്മ ഉറപ്പായിട്ടും അവിടെയൊക്കെ തൂക്കാണ്. സ്വഭാവം മിക്കിയാലിൽ മെഴുത്താത് ഫി അസ്രി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോ. സമമാണ് മിക്കിയാൽ അളവ് എഴുമെഴുത്താതെ ഫി അസ്രി നബി തങ്ങളെ കാലത്ത് പാസ്സാക്കിയ ആ കാലഘട്ടത്തിൽ പതിവാക്കിയ ആ മിക്കിയാലും സമമാണ്. ഒരു മക്കായിലും മുഹദ്ദസുദ നബിന്റെ അന്നത്തെ അളവ് പാത്രമല്ല ഇപ്പോഴത്തെ അളവ് പാത്രം. ഇപ്പോഴത്തെ പാത്രം വേറെ മോഡലാണ്. ഇപ്പൊ ലിറ്ററും അടങ്ങായും ഇങ്ങനെയൊക്കെ പല ഐറ്റംസ് ആക്കി മാറ്റി. അന്നെന്താണ് അന്നത്തതല്ല, അത് പുതിയ ഐറ്റംസ് അളവ് ഐറ്റംസ് ആണെങ്കിലും കേട്ടോ. സ്വഭാവം സമാണ് മിക്കാലും അളവ് മൊയ്ത്താത് പതിവാക്കിയ അളവ് ഫി അസ്രി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ
ഒരു മക്കായിലുൽ മഹദിസത്ത് ബഅദ നബി തങ്ങളെ ശേഷം ഉണ്ടാക്കിയ അളവും കേട്ടോ, രണ്ടും സമാണ്. ഏതായാലും വേണ്ടില്ല, അളവ് സമായം മതി. വയജൂദുൽ കൈലു ബി കുസാറ്റിൻ കേട്ടോ, പാത്രം കൊണ്ടാവുന്നാലും പറ്റും. ഒരു പാത്രം, ഇതൊരു പാത്രം, ഒരു പാത്രത്തിന് കൊണ്ട് അതൊന്നും എടുത്തു, ഏത് അതിന അളവിൻ്റെ കണക്കൊന്നുമില്ല, ഈ പാത്രത്തിൻ്റെ അത്ര ആ പാത്രത്തിന്, അങ്ങനെ കേട്ടോ. മസലൻ പില്ല സയാസ അഭിപ്രായത്തിൽ വൽ ബസ്നു വിൽ കുബാനി, കുബാനുകൊണ്ട് തൂക്കലും വെള്ളിക്കോലുകൊണ്ട് തൂക്കലും സമാണ് കേട്ടോ. വെള്ളിക്കോല് പോലത്തെ കൊണ്ട് തൂക്കലും അതുപോലെ തന്നെ കട്ടിയൊക്കെ വെച്ചാണ്ടല്ലോ തൂക്കല്. അപ്പൊ എന്തെങ്കിലും കനം സമാനം മതി. കാരണം ഇതിന്റെ കനം അതിന്റെ കനം തന്നെ അതേമാതിരി തന്നെ ആയിക്കൊള്ളുന്നില്ല. തൂക്കം ആകുമ്പോൾ തൂക്കം തന്നെ, ഒരേ തൂക്കം, അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.